സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പാളയം കന്നിമറ മാർക്കറ്റ് പുതുക്കിപ്പണിയാൻ ഒരുങ്ങുകയാണ്. 6 വർഷത്തിനകം പുതിയ ക്രമീകരണങ്ങളും സംവിധാനങ്ങളുമായി പാളയം മാർക്കറ്റ് പുതുക്കിപ്പണിയും എന്നാണ് വാഗ്ദാനം. എന്നാൽ വ്യാപാരികളെ പുനരധിവസിപ്പിക്കാൻ തയ്യാറാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ അശാസ്ത്രീയം എന്നാണ് പരാതി. ഈ പരാതി കേൾക്കാൻ കോർപ്പറേഷനാകട്ടെ തയ്യാറാകുന്നുമില്ല. തിരുവനന്തപുരം നിവാസികൾ എന്തിനും ഏതിനും ഓടി വന്നിരുന്ന ഒരു മാർക്കറ്റാണ് ഇത്. ഈ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകില്ല. ഉടൻ ഇവിടെ നിന്ന് പൂർണ്ണമായി കടകൾ ഒഴിപ്പിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഇത് ആധുനികമായി പുതിയ രീതിയിൽ ക്രമീകരിക്കാൻ പോവുകയാണ്. നല്ല കാര്യമാണ്. ഇത് മാറ്റുമ്പോൾ ചില പ്രശ്നങ്ങളും ചില ഉറപ്പുകളും നൽകേണ്ടതുണ്ട്. പാളയം കണ്ണിമേർ മാർക്കറ്റിന്റെ വ്യാപാര ചരിത്രത്തിന് പതിറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട്. ഈ ചരിത്രത്തിന്റെ പഴമ പോകുകയാണ്. ഇനി ഈ ഇടനാഴികളും മാർക്കറ്റുമെല്ലാം പുത്തൻ സൗകര്യങ്ങളോടെ തിരികെ വരും. വ്യാപാരികളും മാർക്കറ്റിൽ എത്തുന്നവരുമെല്ലാം പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ മങ്ങുന്ന നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. മാർക്കറ്റിൽ 301 വ്യാപാരികളുണ്ട്. ഇവർക്ക് താൽക്കാലികമായി 3 നിലകളിലായി വിപണന കേന്ദ്രം നിർമ്മിച്ചു. പക്ഷേ ഈ വിപണന കേന്ദ്രത്തിലാകട്ടെ കറണ്ടില്ല, വായുസഞ്ചാരമില്ല, മാലിന്യ കൂമ്പാരത്തിനിടയിലാണ് ഈ കെട്ടിടം. പ്രായമായവർക്ക് പോലും നൽകിയിരിക്കുന്ന കടകൾ 3-ാം നിലയിൽ. അവശ്യ സാധനങ്ങൾ വാങ്ങാൻ 3-ാം നില വരെ കേന്ദ്രത്തിലെത്തുന്നവർ കയറേണ്ടി വരും. ഈ വ്യാപാരികൾ പറയുന്നത് കൂടി കേൾക്കാം. നേരത്തെ എന്ന് പറഞ്ഞാൽ 70 വയസ്സായവർക്കെല്ലാം താഴെ കൊടുക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ എനിക്ക് അനുവദിക്കുന്നത് ഏറ്റവും മുള്ള 3-ാമത്തെ നിലയിൽ. എനിക്ക് പഠിച്ചിട്ട് കയറാൻ പോലും വയ്യ. 3 ഷോക്കുണ്ട്. അങ്ങനെ ജീവിക്കുന്ന എനിക്ക് 3-ാം നിലയിലാണ് തരാമെന്ന് പറഞ്ഞ് എങ്ങനെ ഞാൻ കയറും? ശാരീരിക വൈകല്യമുള്ളവർക്ക് താഴെ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിന് വിപരീതമായി അടച്ചിട്ടിരിക്കുന്ന കടകൾക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. അത് വളരെ കച്ചവടക്കാർക്ക് വളരെ പ്രശ്നങ്ങളുണ്ടാവും. മത്സ്യവില്പന നടത്തുന്നവർക്ക് താൽക്കാലിക കെട്ടിടത്തിൽ സ്ഥലം അനുവദിച്ചിട്ടില്ല എന്നും പരാതിയുണ്ട്. 2 കൊല്ലത്തിനകത്ത് അവിടെ കട കെട്ടി തരുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് തന്നില്ല. ഇപ്പോൾ 10-12 കൊല്ലമായി ഞങ്ങൾ ഇവിടെ വന്നിട്ട്. ഇപ്പം ഇതും കൂടെ ഞങ്ങളെ ഇടിച്ച് കളഞ്ഞിട്ട് മാറിക്കൊടുക്കാൻ പറയുകയാണ്. ഇപ്പം ഞങ്ങൾ എവിടെ പോകണം? ഞങ്ങൾക്ക് ജീവിക്കാൻ ഇതിനകത്ത് സ്ഥലമില്ല. ഇപ്പം ഒന്നിൽ ബാത്റൂമില്ല, വെള്ളമില്ല, ഇതിനകത്ത് ഒരു കാര്യവുമില്ല, വൃത്തിയില്ല. മക്കളെ പഠിപ്പിക്കണം, വളർത്തണം, അതിന് നല്ല ആഹാരങ്ങൾ കൊടുക്കണം. അതുപോലും കൊടുക്കാനുള്ള നിവൃത്തിയില്ല. മാർക്കറ്റിൽ ആൾ കയറി വരുന്നില്ല. വയസ്സായ ഞങ്ങളിവിടെ ചെമുടി വെക്കാനൊന്നും ഞങ്ങൾക്ക് വയ്യ, പുട്ടവണ്ണി വെക്കാനോ വേറെ ഒന്നിനും വയ്യ. ഞങ്ങൾക്ക് എവിടെയെങ്കിലും തന്നാലേ പറ്റുള്ളൂ. ഇതുകൊണ്ടുള്ള ജീവിതമാണ്. മാർക്കറ്റ് ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ എല്ലാവരും പുറത്താക്കി ഞങ്ങളെ ഇവിടെ കൊണ്ടുവച്ചു. ഇപ്പം ഈ സ്ഥലവും ഞങ്ങൾക്ക് തരൂലെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പോട്ടു. കടകൾ 3 ദിവസത്തിനകം ഒഴിയണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കത്ത് നൽകി. ശുചിമുറികളൊന്നുമില്ല, കറണ്ടില്ല, വെള്ളമില്ല. ഇതൊന്നുമില്ലാതെ വന്നിട്ട് ഒരു നോട്ടീസ് വന്നിട്ട് 3 ദിവസത്തേക്ക് മാറണമെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇല്ല, അവിടെ നിന്ന് ഈ പറഞ്ഞ 3 ദിവസത്തെ നോട്ടീസ് തന്നിട്ടേ ഉള്ളൂ. ഒരു പ്രാഥമിക കാര്യങ്ങളും ചെയ്തിട്ടില്ല. കച്ചവടക്കാർക്ക് പറ്റിയ കടകളെ അല്ല ഈ രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു രീതിയിലും കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ കച്ചവടം ചെയ്യാനെ കൊണ്ട് താഴെ ഇരുന്നിട്ടേ കച്ചവടം നടക്കുന്നില്ല. ഇതിനിടയ്ക്ക് 2-ാമത്തെ നിലയും 3-ാമത്തെ നിലയിലും കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്നത്? എന്നാൽ ബലം പ്രയോഗിച്ച് ആരെയും കുടിയൊഴിപ്പിക്കില്ലെന്നും വ്യാപാരികളുടെ പരാതികൾ കേൾക്കുമെന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരികൾ അറിയിച്ചു. മാറ്റമുണ്ടാക്കണം, വികസനവും നടപ്പാക്കണം. ഇതിനൊന്നും ഒരാളും എതിരല്ല. അവിടെയെല്ലാം ജനങ്ങളെ കൂടി പരിഗണിച്ചു വേണം നടപ്പാക്കാൻ എന്നു മാത്രം. ക്യാമറമാൻ സിറിനിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ, വ്യാപാരികൾക്കായി നിർമ്മിച്ചതാണ്. പക്ഷേ ഈ താൽക്കാലിക വിപണന കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യം പോലും ഇല്ല എന്നാണ് പരാതി ഉയരുന്നത്. അവശ്യ സാധനങ്ങൾ വാങ്ങാൻ 3-ാം നില വരെ കയറേണ്ട സ്ഥിതിയാണ്. എന്നാൽ വ്യാപാരികളുടെ പരാതികൾ ഉടൻ പരിഹരിക്കും എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. 55 കൊല്ലം എൻ്റെ അമ്മയുടെ കാലത്തെ പൊടിക്കിഴങ്ങ് കൊണ്ട് ഈ കടയിൽ കയറിയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇരിപ്പാടില്ല. അങ്ങേ വാരിയടി ഇങ്ങേ വാരിയടി. ഞങ്ങൾക്ക് ഇവിടെ ഒരു വലിയ ഇരിപ്പാടില്ല. ഞങ്ങൾക്ക് മാർക്കറ്റ് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി തന്നേ പറ്റൂ. ഞങ്ങൾക്ക് കട തന്നില്ലെങ്കിൽ ഞങ്ങൾ എവിടെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? അത് മീൻ കടയുടെ അടുത്തായിട്ട് ഞങ്ങൾക്ക് മരക്കറി മരിച്ചിനെയാണ്. ഞങ്ങൾക്ക് തന്നേ തീരും. വയസ്സ് 72ആയി. ഇന്നിപ്പോൾ എനിക്ക് തന്നിട്ടുള്ള 3-ാമത്തെ നിലയിൽ പഠിക്കട്ട് കയറാൻ നിവൃത്തിയില്ല. സ്ഥലം തന്നില്ല ഇതുവരെ സാറേ.
തരാതെയാണ് അവർ തരുമെന്ന് പറയണ ഇതുവരെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഞങ്ങൾ മാറി വേറൊരു സ്ഥലത്ത് പോകുമെന്നോ നിങ്ങൾ കൊണ്ട് ആക്കിയാൽ ഞങ്ങൾ ഇരിക്കുമെന്നോ ഒരിക്കലും നിങ്ങൾ കരുതരുത്. ഒരു കോഴിക്കോട് പോലത്തെ കടയാണ് എല്ലാവർക്കും കെട്ടിവെച്ചേക്കുന്നത്. മീൻകാർക്കും ചെറുകച്ചവടക്കാർക്കും അവിടെ കടയില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കടയില്ല. ഇവിടെ വലിയ കടയ്ക്ക് അവിടെ ലൈസൻസ് ഉള്ളത് മാത്രമേ കടയുള്ളൂ, ഞങ്ങൾക്ക് കടയില്ല. അപ്പോൾ അതിനെന്താണെന്ന് നോക്കി ഒരു ചർച്ച നമുക്കൊരു കട തരുക. അപ്പോൾ അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒട്ടേറെ പ്രേക്ഷകർ കോട്ടയത്ത് ഹെവി റെയിനാണെന്ന് പറയുന്നത് എവിടെയെങ്കിലും അവധിയുണ്ടോ എന്നടക്കം പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. നിലവിൽ അത്തരം അവധികളോ അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളോ ഒന്നും വന്നിട്ടില്ല എന്ന് പ്രേക്ഷകർ അറിയിക്കുകയാണ്.